നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഇപ്പോൾ കണ്ണും കാതും മരവിപ്പിക്കുന്ന ഓരോ വാർത്തകൾ കേട്ടിട്ടാണല്ലേ. അപ്പോഴും നമ്മൾ വിചാരിക്കും ഒരച്ഛനമ്മമാർക്കും ഇനി ഈ ഗതി വരരുതെന്ന്. പക്ഷെ വീണ്ടും സംഭവിക്കുന്നു ഇതൊക്കെ തന്നെ. എന്തായിരിക്കും നമ്മുടെ കുട്ടികൾ ഇത്രയും ക്രിമിനൽ മൈൻഡായിട്ട് വളരുന്നതെന്ന് നമുക്കറിയാം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് കത്തിയും അടിവാളും എടുക്കാൻ ധൈര്യപ്പെടുന്നവരായി നമ്മുടെ മക്കളൊക്കെ. വീട്ടിലുള്ളവരെയും സ്കൂളിലുള്ളവരെയും ദൈവത്തെ പോലും പേടിയില്ലാതായി. ഒരുമിച്ച് തോളിൽ കൈയിട്ട് കളിച്ച് നടക്കേണ്ട സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് സ്വന്തം കൂട്ടുകാരനെ ഒരു ദയയും കൂടാതെ തല്ലിക്കൊന്നത്. അത് നമ്മുടെ നിയമത്തിൽ പേടിയില്ലായിട്ടാണോ അതോ ഒരു നിമിഷത്തെ വൈരാഗ്യബുദ്ധിക്ക് സംഭവിച്ചതാണോ? എന്തിൻ്റെ പേരിലായാലും ഇതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. കുട്ടികളാണെന്നുള്ള പരിഗണന ഒരിക്കലും കൊടുക്കരുത്. ഇങ്ങനെയുള്ളവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും ഈ അവസ്ഥ വരില്ല എന്ന് ആര് കണ്ടു? കൂടെയുള്ളവൻ്റെ ജീവന് ഒരു വിലയും കൊടുക്കാതെ തലയോട് പൊളിയുന്ന വിധത്തിലുള്ള അടിയടിച്ച് അവനെ ഇല്ലാതാക്കി. അവൻ്റെ നല്ലവരായ കുറേ കൂട്ടുകാർക്കും അവൻ്റെ വീട്ടിലുള്ളവർക്കും അവന് നഷ്ടമായി. എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ ഇനി നമ്മൾ കേൾക്കാതിരിക്കട്ടെ. ഷാബാസ് എങ്കിൻ്റെ പറയടാ ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാസ് എങ്കിൻ്റെ പറയടാ ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാസേ എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല ഇനി പിന്നെയും ഈ ഞങ്ങൾ എന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് പോകും ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചുറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പോൾ നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടെങ്കിൽ പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്കാം. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ. പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ.